നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട. ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്തത് 7.5 ലക്ഷം രൂപ വിലമതിക്കുന്ന കഞ്ചാവ്. കഞ്ചാവ് കണ്ടെത്തിയത് മംഗലാപുരം നേത്രാവതി എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്ന്. പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2.932 കിലോഗ്രാം കഞ്ചാവുമായി മലപ്പുറം സ്വദേശികളായ 2 പേർ പിടിയിൽ. പോലീസിന്റെ പിടിയിലായത് വഴിക്കടവ് പുത്തൻപിടിക വീട്ടിൽ 37 വയസ്സുള്ള കോയക്കുട്ടി, പുലാമന്തോൾ പരപ്പിൽ വീട്ടിൽ 32 വയസ്സുള്ള സക്കീർ എന്നിവർ. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വീണ്ടും അനൗൺസറെ ശകാരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂർ കോർപ്പറേഷൻ സംഘടിപ്പിച്ച ഭൂഭവനരഹിതർക്ക് ഭൂമി വിതരണം ചെയ്യുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ച് സംസാരിച്ച അനൗൺസറാണ് ശകാരത്തിനിരയായത്. ശകാരിച്ചത് മുഖ്യമന്ത്രി ഫലകം അനാച്ഛാദനം ചെയ്യുന്നതിനിടെ ശബ്ദമുയർത്തി മൈക്കിൽ അനൗൺസ് ചെയ്തതിന്. കേവലം തീയണയ്ക്കുന്ന സേന എന്ന വിശേഷണത്തിൽ നിന്നും ഏത് ദുരന്തഘട്ടത്തിലും സഹായമെത്തിക്കുന്ന സേനയായി അഗ്നിരക്ഷാ വകുപ്പ് മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രളയം, ഉരുൾപൊട്ടൽ സാഹചര്യങ്ങളിൽ മാത്രമല്ലാതെ പകർച്ചവ്യാധി നിയന്ത്രണ ഘട്ടത്തിലും മാതൃകാപരമായ പ്രവർത്തനമാണ് അഗ്നിരക്ഷാ സേന കാഴ്ചവെച്ചതെന്നും മുഖ്യമന്ത്രി. തൃശൂരിൽ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമിയിൽ നിന്ന് പരിശീലനം പൂർത്തീകരിച്ച റെസ്ക്യൂ ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച് KPCC ഉപസമിതി റിപ്പോർട്ട് സ്വാഗതം ചെയ്ത് BJP. സുരേഷ് ഗോപിയുടെ വിജയം KPCC റിപ്പോർട്ടിൽ പറയുന്നത് പോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെ ഇടപെടൽ കൊണ്ടാണെന്നും പൂരം കലക്കിയതുകൊണ്ടാണ് സുരേഷ് ഗോപി വിജയിച്ചതെന്ന VD സതീശന്റെ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ BJP നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ. വാർത്തകൾ വിശദമായി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട. 7.5 ലക്ഷം രൂപ വിലമതിക്കുന്ന കഞ്ചാവ് പിടിച്ചെടുത്തു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ 6-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയ മംഗലാപുരം നേത്രാവതി എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നാണ് 12 കിലോ 275 ഗ്രാം തൂക്കം വരുന്ന കഞ്ചാവ് ഷൊർണൂർ റെയിൽവേ പോലീസ് സ്റ്റേഷൻ SI അനിൽ മാത്യുവും സംഘവും പിടിച്ചെടുത്തത്. പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഓണത്തിന്റെ ഭാഗമായി അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് തീവണ്ടി മാർഗം കഞ്ചാവ് കടത്തുന്നുണ്ടെന്ന് റെയിൽവേ DYSP സുരേഷ് കുമാറിനും CI PV രമേശ് കുമാറിനും ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഷൊർണൂർ SI അനിൽ മാത്യുവും സംഘവും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് 6-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെത്തിയ മംഗലാപുരം നേത്രാവതി എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നാണ് ആളില്ലാത്ത നിലയിൽ 2 ബാഗുകളിലായി 12 കിലോ 275 ഗ്രാം തൂക്കം വരുന്ന കഞ്ചാവ് ലഭിച്ചത്. പോലീസിന്റെ പരിശോധന മനസ്സിലാക്കിയതിനെ തുടർന്ന് പ്രതികൾ ബാഗ് ഉപേക്ഷിച്ചു പോയതാണെന്നാണ് നിഗമനം. ഇതുവരെ നടത്തിയ കഞ്ചാവ് വേട്ടയിൽ നിന്ന് ഏറ്റവും കൂടുതൽ തൂക്കം വരുന്ന കഞ്ചാവാണ് ലഭിച്ചതെന്ന് SI അനിൽ മാത്യു പറഞ്ഞു. നേത്രാവതി ട്രെയിൻ ചെക്ക് ചെയ്തപ്പോൾ ജനറൽ കോച്ചിൽ നിന്ന് 12.275 കിലോ തൂക്കം വരുന്ന കഞ്ചാവിൻ്റെ പൊതികളാണ് കണ്ടത്. നമ്മൾ ഈ ഓണത്തോടനുബന്ധിച്ച് ചെക്ക് ചെയ്തപ്പോൾ സാധാരണ ലെവലിൽ ലിക്കർ കിട്ടാറുണ്ട്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ കഞ്ചാവാണ് ലഭിച്ചിട്ടുള്ളത്. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ പരിശോധന നടത്തുന്നത്. സംഘത്തിനൊപ്പം പോലീസ് ഓഫീസർമാരായ ഗോകുൽദാസ്, മുഹമ്മദ് ലത്തീഫ്, ധർമ്മചന്ദ്രൻ, സുരേഷ്, ശ്രീജ രാജു തുടങ്ങിയവരുമുണ്ടായിരുന്നു. പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2.932 കിലോഗ്രാം കഞ്ചാവുമായി മലപ്പുറം സ്വദേശികളായ 2 പേർ അറസ്റ്റിൽ. വഴിക്കടവ് പുത്തൻപിടിക വീട്ടിൽ കോയക്കുട്ടി, പുലാമന്തോൾ പരപ്പിൽ വീട്ടിൽ സക്കീർ എന്നിവരെയാണ് ഒറ്റപ്പാലം പോലീസും ജില്ലാ ഡാൻസ് സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ തിങ്കളാഴ്ച രാവിലെ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവുമായി ഇരുവരെയും പിടികൂടിയത്. ട്രെയിൻ ഇറങ്ങി വരികയായിരുന്നവർ സംശയം തോന്നി ബാഗ് പരിശോധിച്ചപ്പോഴാണ് പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒറ്റപ്പാലത്ത് ട്രെയിൻ ഇറങ്ങി ബസ് മാർഗം പോകുന്നതിനായാണ് ഒറ്റപ്പാലത്തിറങ്ങിയത്. ഒറീസയിൽ നിന്നാണ് കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഒറ്റപ്പാലം പോലീസ് ഇൻസ്പെക്ടർ A അജീഷ്, SIM സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വീണ്ടും അനൗൺസറെ ശകാരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭൂഭവനരഹിതർക്ക് ഭൂമി വിതരണം ചെയ്യുന്ന തൃശൂർ കോർപ്പറേഷൻ സംഘടിപ്പിച്ച ചടങ്ങിലാണ് മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ച് സംസാരിച്ച അനൗൺസർ അക്കിടിയിലായത്. ശിലാഫലകം പ്രകാശനം ചെയ്യുകയായിരുന്ന മുഖ്യമന്ത്രി വേദിയിൽ വെച്ച് തന്നെ അനൗൺസറെ ശകാരിക്കുകയായിരുന്നു. സ്നേഹമുള്ളവരെ, നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് ഈ മഹനീയ കർമ്മം സ്നേഹമുള്ളവരെ, നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക്
ഈ മഹനീയ കർമ്മം പെരുങ്ങോട്ടുകുരിശി സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് AV ഗോപിനാഥ് പക്ഷം എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. 45 വർഷത്തിലേറെയായി കോൺഗ്രസ് ഭരണത്തിലുള്ള പെരുങ്ങോട്ടുകുരിശി സർവീസ് സഹകരണ ബാങ്കിൽ ചരിത്രത്തിലാദ്യമായാണ് ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ചരിത്രത്തിലാദ്യമായി തെരഞ്ഞെടുപ്പിന് പെരുങ്ങോട്ടുകുരിശി സർവീസ് സഹകരണ ബാങ്ക് കളമൊരുങ്ങിയെങ്കിലും മുൻ ഭരണസമിതിക്കാരായ AV ഗോപിനാഥ് പക്ഷം എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഔദ്യോഗിക കോൺഗ്രസുകാർ നോമിനേഷൻ സമയം തീരും മുൻപ് പത്രിക സമർപ്പിക്കാത്തതിനാൽ അവർക്ക് മത്സരിക്കാനായില്ല. തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ 11-അംഗ ഭരണസമിതിയെ റിട്ടേണിംഗ് ഓഫീസറായ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ അനു എതിർ സ്ഥാനാർത്ഥികൾ ഇല്ലാത്തതിനാൽ എതിരില്ലാതെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയായിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട 11-അംഗ ഡയറക്ടർ ബോർഡിൽ മോഹൻദാസ് പ്രസിഡന്റായും ശശികല വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുത്തു. 11-അംഗ ഭരണസമിതിയാണ് ചുമതലയേറ്റത്. മുൻ MLAയും വിമത കോൺഗ്രസ് നേതാവുമായ AV ഗോപിനാഥ് പുതിയ ഭരണസമിതിക്കും ഉദ്യോഗസ്ഥർക്കും സഹകാരികൾക്കും പ്രത്യേക ആശംസ അറിയിച്ചു. പെരുങ്ങോട്ടുകുരിശിക്കാരുടെ ആശ്രയ കേന്ദ്രമായ സർവീസ് സഹകരണ ബാങ്കിനെ ആരു ശ്രമിച്ചാലും തകർക്കാൻ കഴിയില്ലെന്നും പെരുങ്ങോട്ടുകുരിശിക്കാരുടെ വികാരമാണിതെന്നും ഗോപിനാഥ് പറഞ്ഞു. അത് അപ്പൊ തന്നെ നിർദ്ദേശിച്ചാൽ അത് സ്വീകരിച്ച് അവസാനിക്കുന്ന ഭരണസമിതിയായിട്ട് ഇത്തവണ എന്തൊക്കെയോ സംഭവിക്കുന്നത് പറഞ്ഞു. പക്ഷെ പെരുങ്ങോട്ടുകുരിശി പഞ്ചായത്തിലെ ജനങ്ങൾ വളരെ വിവേകവും ബുദ്ധിയും കൊണ്ടാണ് നോമിനേഷൻ നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ ആരെയും വിളിച്ചു കൂട്ടിയിട്ടില്ല. ഒരാളെയും വിളിച്ചു കൂട്ടിയ ഭരണം എന്ന് പറഞ്ഞാൽ 1000-ലധികം സ്ത്രീകൾ വരും. നാളെ നോമിനേഷനാണ് സ്ത്രീകളൊക്കെ വരണം പറഞ്ഞ് ഒരു 12,000 സ്ത്രീകളെ നിലനിർത്താൻ ഈ ഭരണസമിതിക്ക് പ്രയാസം. പക്ഷെ അറിയാതെ തന്നെ സ്ത്രീകൾ നോമിനേഷൻ കൊടുത്തു പറഞ്ഞപ്പോൾ അവരുമായി ബന്ധപ്പെട്ട കുറെ ആളുകൾ തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു ഞങ്ങളുടെയൊക്കെ കണക്ക് കൂട്ടൽ. കാരണം 30 കൊല്ലം തെരഞ്ഞെടുപ്പില്ലാത്ത എല്ലാ കക്ഷികളും ഒന്നിച്ചു പോയ പഞ്ചായത്തിന്റെ അകത്ത് ഒരു പ്രശ്നമുണ്ടാക്കാൻ മാത്രം ചില വ്യക്തികൾ ശ്രമിക്കുന്നു. ന്യൂസ് ബ്യൂറോ കോട്ടായി. അപകട രക്ഷാ പ്രതിരോധ പ്രവർത്തനങ്ങളെ ജനകീയമാക്കുന്നതിനായി അഗ്നിരക്ഷാ വകുപ്പിന് കീഴിലുള്ള സിവിൽ ഡിഫൻസ് ഫോഴ്സിൽ കൂടുതൽ പേരെ അംഗങ്ങളാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂരിലെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തീകരിച്ച ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ദുരന്ത മേഖലകളിൽ സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരുടെ പ്രവർത്തനം മാതൃകാപരമാണ്. ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുത്ത 6200 പേർ വിജയകരമായി പരിശീലനം പൂർത്തിയാക്കി സേവന സജ്ജരാക്കി. ഇവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 1000 പേർക്ക് പ്രൊഫഷണൽ പരിശീലനം നൽകുന്നത് ആലോചനയിലാണ്. പൊതുസമൂഹത്തിന്റെ രക്ഷാസേന എന്ന ഉത്തരവാദിത്ത ബോധത്തോടെ ആകണം സേനാംഗങ്ങൾ തങ്ങളുടെ അറിവുകൾ പ്രയോഗിക്കേണ്ടത്. കേവലം തീയണയ്ക്കുന്ന സേന എന്ന വിശേഷണത്തിൽ നിന്നും ഏത് ദുരന്തഘട്ടത്തിലും സഹായമെത്തിക്കുന്ന സേനയായി അഗ്നിരക്ഷാ വകുപ്പ് മാറി. പ്രളയം, ഉരുൾപൊട്ടൽ മാത്രമല്ല പകർച്ചവ്യാധി നിയന്ത്രണ ഘട്ടത്തിലും മാതൃകാപരമായ പ്രവർത്തനമാണ് അഗ്നിരക്ഷാസേന കാഴ്ചവെച്ചതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ഇത്തരം ദുരന്തഘട്ടങ്ങളിൽ മാത്രമല്ല പകർച്ചവ്യാധികളുടെ നിയന്ത്രണ ഘട്ടത്തിലും മാതൃകാപരമായി പ്രവർത്തിക്കാൻ ഈ സേനയ്ക്ക് കഴിയുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഏത് ദുരന്ത സാഹചര്യത്തെയും അവസരോചിതമായി നേരിടുന്നതിന് സജ്ജമായിരിക്കേണ്ട സേനയാണിത് എന്നത് തന്നെയാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ കാലാനുസൃതമായി ഫയർ ആൻഡ് റെസ്ക്യൂ സേനയെ ശാക്തീകരിക്കുക, ആധുനികവൽക്കരിക്കുക. 295 ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാർ, 20 ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാർ ഉൾപ്പെടെ 315 പരിശീലനാർത്ഥികളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത്. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ ജനറൽ കെ പത്മകുമാർ, ഡയറക്ടർ ടെക്നിക്കൽ എം നൌഷാദ്, ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ അരുൺ അൽഫോൺസ്, അക്കാദമി ഡയറക്ടർ MG രാജേഷ് തുടങ്ങിയവർ സന്നിഹിതരായി. അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ റെനി ലൂക്കോസ് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. പരേഡ് കമാൻഡർ TS അജിലേഷാണ് പാസിംഗ് ഔട്ട് പരേഡ് നയിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച് KPCC ഉപസമിതി റിപ്പോർട്ട് സ്വാഗതം ചെയ്ത് BJP. പൂരം കലക്കിയതുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന് പറഞ്ഞ VD സതീശൻ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം. സുരേഷ് ഗോപിയുടെ വിജയം റിപ്പോർട്ടിൽ പറയുന്നത് പോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെ ഇടപെടൽ കൊണ്ടാണ്. VD സതീശൻ പ്രസ്താവന പിൻവലിക്കാൻ തയ്യാറായില്ലെങ്കിൽ BJP നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ഗോപാലകൃഷ്ണൻ പറഞ്ഞു. തീർച്ചയായിട്ടും കോൺഗ്രസ് ഉപസമിതിയുടെ റിപ്പോർട്ടിനെ ഭാരതീയ ജനതാ പാർട്ടി
ഒരളവോളം സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം ശ്രീ വി ഡി സതീശൻ ഈ റിപ്പോർട്ട് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഈ റിപ്പോർട്ട് വി ഡി സതീശൻ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്ന പ്രസ്താവന, സുരേഷ് ഗോപി ജയിച്ച അതിന്റെ മാനം കെടുത്താൻ നടത്തിയ വി ഡി സതീശന്റെ പ്രസ്താവന അദ്ദേഹം പിൻവലിച്ച് മാപ്പ് പറയണം. ഇതിന് മറുപടി പറയേണ്ടത് വി ഡി സതീശനാണ്. ഞങ്ങൾ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു, സുരേഷ് ഗോപിയുടെ വിജയമെന്ന് പറയുന്നത് കോൺഗ്രസ് ഉപസമിതിയിൽ സൂചിപ്പിച്ചതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇടപെട്ട സുരേഷ് ഗോപിക്ക് ജനങ്ങൾ നൽകിയ അംഗീകാരമാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സുരേഷ് ഗോപി ഇടപെടുകയും പ്രതാപൻ ഇടപെടാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആ റിപ്പോർട്ടിലെ, കോൺഗ്രസ് റിപ്പോർട്ടിലെ അന്തസത്ത. അതിനെ BJP സ്വാഗതം ചെയ്യുന്നു. അതിന് മറുപടി പറയേണ്ടത് വി ഡി സതീശനാണ്. കോൺഗ്രസിന്റെ ഒരു നേതാവിനും ഇനി പൂരം കലക്കിയതുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്ന് പറയാനുള്ള യോഗ്യത നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഹസൻ എന്തുകൊണ്ട് എത്തിയില്ല? കെ മുരളീധരനെ വടകരയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നത് കോൺഗ്രസ് അപമാനിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് ഈ റിപ്പോർട്ടിലൂടെ വ്യക്തമാണ്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെ നടക്കുന്നത് ദുഷ്പ്രചരണമാണെന്ന് AITUC സംസ്ഥാന സെക്രട്ടറി KC ജയപാലൻ AITUC പാലക്കാട് സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുരന്തം അനുഭവിക്കുന്നവരെ സഹായിക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ ഒഴിഞ്ഞുമാറുകയാണ്. കേരളത്തോട് മാത്രമാണ് കേന്ദ്ര സർക്കാർ അവഗണന തുടരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധത മറച്ചുപിടിക്കാനാണ് വ്യാജ പ്രചരണങ്ങൾ അടിച്ചുവിടുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ KC ജയപാലൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ തകർക്കുന്നതിന് വേണ്ടി, ആ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി, മോശപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനമാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇപ്പോൾ നടന്നു വരുന്നത്. എന്തെല്ലാം പ്രചരണങ്ങളാണ് നടത്തി വരുന്നത്? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിച്ച ഒരു മെമ്മോറാണ്ടത്തിന് പേരിൽ എന്തെല്ലാം വാദകോലാഹലങ്ങളാണ് ഇപ്പോൾ നടത്തി വരുന്നത്. മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപയാണ് ചെലവഴിക്കപ്പെടുന്നത് എന്നാണ് പറയുന്നത്. AITUC ജില്ലാ പ്രസിഡന്റ് P ശിവദാസൻ അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് K മല്ലിക, V ഹരിദാസ്, TV വിജയൻ, വിഷ്ണു, P ചിന്നക്കുട്ടൻ, K മുത്തു, ചന്ദ്രശേഖരൻ, ജില്ലാ സെക്രട്ടറി NG മുരളീധരൻ നായർ, അസിസ്റ്റന്റ് സെക്രട്ടറി M ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. JCI പട്ടാമ്പി കൊപ്പം ചാപ്റ്ററിന്റെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ വ്യാപാരികൾക്കായി ബിസിനസ് ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ 25 വാണിയംകുളത്ത് വെച്ചാണ് പ്രോഗ്രാം ഒരുക്കിയിരിക്കുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച രാവിലെ 8:30 മുതൽ 5 മണി വരെ വാണിയംകുളം സഹ്യ റീജൻസിയിൽ വെച്ചാണ് പരിശീലന പരിപാടി നൽകുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്റർനാഷണൽ ട്രെയിനർ അഡ്വക്കേറ്റ് വാമൻകുമാർ പരിശീലന ക്ലാസിന് നേതൃത്വം നൽകും. മൗസി ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ അഷ്ഹർ മൗസി, നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ PK കൃഷ്ണദാസ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ തുടങ്ങിയവരും വിവിധ വിഷയങ്ങളിൽ സംസാരിക്കും. ചെറുകിട വ്യാപാരികളുടെ ഉന്നമനം ലക്ഷ്യമിട്ടാണ് ഇത്തരം പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ലോകപ്രശസ്തനായിട്ടുള്ള ട്രെയിനർ അഡ്വക്കേറ്റ് വാമൻകുമാറാണ് മുഖ്യ പരിശീലകനായിട്ട് എത്തുന്നത്. അതിനുശേഷമുള്ള സെഷനിൽ KVVSന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ ക്രൈസിസ് മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു സെഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ബിസിനസ് ടൈക്കൂണുകളായിട്ടുള്ള ഡോക്ടർ P കൃഷ്ണദാസ്, അതുപോലെ തന്നെ മൗസി ഗ്രൂപ്പിൻ്റെ MD അസർ മൗസി, നല്ലറ സംസുദ്ധി തുടങ്ങി നിരവധി ആളുകളുടെ ഒരു ഇന്ററാക്ഷൻ സെഷൻ കൂടെ നമ്മൾ അതിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ JCI പട്ടാമ്പി പ്രസിഡന്റ് P അബ്ദുൾ റഫീഖ്, JCI കൊപ്പം പ്രസിഡന്റ് ഷിഹാബ്, ഷിബു, വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റ് KP റസാഖ്, കോർഡിനേറ്റർമാരായ അൻസാർ, VT മുസ്തഫ തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് ലഭിക്കേണ്ട കേന്ദ്ര സഹായം മാധ്യമങ്ങൾ വ്യാജ വാർത്തകൾ സൃഷ്ടിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച് LDFന്റെ നേതൃത്വത്തിൽ മണ്ണൂരിൽ
പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. പൊതുയോഗം CPM ലോക്കൽ സെക്രട്ടറി TR ശശി ഉദ്ഘാടനം ചെയ്തു. മണ്ണൂർ പഞ്ചായത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രകടനം മണ്ണൂർ കൂട്ടുമുക്കിൽ സമാപിച്ചു. പ്രതിഷേധ പ്രകടനത്തിന് OV സ്വാമിനാഥൻ, K സെയ്തലവി, മോഹനൻ, FJN നജീബ്, S അനിത തുടങ്ങിയവർ നേതൃത്വം നൽകി. ഏകദേശം 400ഓളം ആളുകൾ മരണപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ടായി പ്രകൃതിക്ഷോഭത്തിന്റെ ഭാഗമായി. എന്നാൽ അതിൽ കേന്ദ്ര ഗവൺമെന്റിന് കണക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ കഥകളും പ്രചരിപ്പിച്ചുകൊണ്ടും പെരുപ്പിച്ചു കാണിച്ചുകൊണ്ടും ഈ നാട്ടിലെ ജനങ്ങളെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും ഈ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെയും വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും കേരളത്തിലെ ഗവൺമെന്റ് അതേപോലെ തന്നെ കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടികൾ അഴിമതിക്കാരാണ് എന്ന രൂപത്തിൽ ചിത്രീകരിക്കുന്ന രൂപത്തിൽ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷ ദൃശ്യമാധ്യമങ്ങളും പത്രങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വേട്ടയ്ക്കെതിരായി കേരളത്തിലെ LDFിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തെരുവുനായ കുറുകെ ചാടി. അച്ഛനും മകളും സഞ്ചരിച്ചിരുന്ന കാർ വൈദ്യുത തൂണിലിടിച്ച് അപകടം. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ പരുത്തിപ്പുറയിൽ തിങ്കളാഴ്ച രാവിലെയാണ് അപകടം നടന്നത്. ചെർപ്പളശ്ശേരി സ്വദേശികളുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കാറിന്റെ എയർ ബാഗ് കൃത്യസമയത്ത് പ്രവർത്തിച്ചതിനാൽ യാത്രികർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇന്റർനാഷണൽ ഫിഫ റഫറിക്ക് ജന്മനാടിന്റെ ആദരം. കൽക്കട്ടയിൽ വെച്ച് നടന്ന അർജന്റീനയും വെനസ്വേലയും തമ്മിലുള്ള മത്സരം നിയന്ത്രിച്ച ഇന്റർനാഷണൽ ഫിഫ റഫറിയും മങ്കര സ്വദേശിയുമായ റോവൻ ആറുമുഖനെയാണ് ജന്മനാട് ആദരിച്ചത്. മങ്കര, കുനിയമ്പാടം, പറയങ്കാട് ഗണേശോത്സവ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ആദരം സംഘടിപ്പിച്ചത്. കൃഷ്ണകൃപ കാറ്ററിംഗ് ഹാളിൽ നടന്ന ചടങ്ങ് മലമ്പുഴ ആനക്കൽ ശിവപാർവതി ക്ഷേത്രം മേൽശാന്തി കിഷോർ സ്വാമി ഉദ്ഘാടനം ചെയ്തു. വിജയം നേടിക്കൊടുക്കുക എന്നുള്ള ലക്ഷ്യം അവരിലൂടെ സാധ്യമായി. അതുകൊണ്ട് ആറുമുഖേട്ട ഫാമിലിക്ക് മാറ്റുന്ന ബിഗ് സല്യൂട്ട്. ഇനി പ്രത്യേക പരാമർശം, കൽക്കട്ടയിൽ വെച്ചിട്ടാണ് അർജന്റീന വെനസ്വേല കളി നടന്നിട്ടുള്ളത്. ആ കളിയിൽ ലോകോത്തര മഹത്തരമായിട്ടുള്ള ഇന്നും എല്ലാവരും ഒരുപാട് താരങ്ങൾ മുമ്പിലുണ്ടെങ്കിലും മെസ്സി എന്ന വാക്ക് അഭിമാനപൂർവമാണ് എല്ലാവരും ഏറ്റെടുത്തിട്ടുള്ളത്. കളിക്കളത്തിലെ മിശിഹ എന്ന് പോലും പറയാറുണ്ട്. ആ കളി നിയന്ത്രിച്ചത് നമ്മളുടെ മങ്കര മണ്ണൂർകാരനാണ്, പാലക്കാട്ടുകാരനാണ് എന്നുള്ളത് അഭിമാനത്തോടുകൂടി അഹങ്കാരത്തോടുകൂടി നമ്മൾക്ക് ഇന്ന് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ റോവന്റെ നേട്ടമാണ് അതിനെല്ലാം തന്നെ കാരണം. വി ജയകൃഷ്ണൻ അധ്യക്ഷനായി. റോവനെ സത്യഭാമ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. CM ഗോപകുമാർ ഉപഹാരം കൈമാറി. KT സുനീഷ്, KR ദിലീപ്, KB അനിൽകുമാർ, KK സുമേഷ്, KP പ്രദീപ്, ആറുമുഖൻ പറയങ്കാട്, PC ദീപക് തുടങ്ങിയവർ സംസാരിച്ചു. ആദരവിന് റോവൻ മങ്കരയിലെ ജനങ്ങളോട് നന്ദി പറഞ്ഞു. 2023 അത് കഴിഞ്ഞ സീസൺ കംപ്ലീറ്റ് ചെയ്തിട്ട് തുടക്കത്തിലുള്ള ഇതിനുണ്ട്. ഞാൻ ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരം വന്നതാണ്. എൻ്റെ മോൾ അവിടെ നാഷണൽ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നാളെ അവളുടെ ഇവൻ്റ്. അപ്പോൾ നാളെ എനിക്ക് കോഴിക്കോട് വേറൊരു സെമിനാറിന് പോകാൻ വേണ്ടി എൻ്റെ പോക്ക് ക്യാൻസറായിട്ട് അച്ഛനാണ് ഇന്ന് അവസാനിപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെയൊരു വേദി ഒരുക്കി എന്നെ ഒന്ന് മാറ്റി നിർത്തി നിങ്ങൾ എല്ലാവരോടും നന്ദി പറയുന്നു. റോവന്റെ പിതാവ് ആറുമുഖനും ചടങ്ങിൽ പങ്കെടുത്തു. നിലവിൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ ഇൻസ്ട്രക്ടർ കൂടിയാണ് റോവൻ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂർ പഞ്ചായത്തിലെ കിടപ്പ് രോഗികൾക്കുള്ള ധനസഹായ വിതരണവും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു. സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരനുണ്ണി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചെറിയ കടിയിൽ മാത്രമല്ല എൻ്റെ വലിയ ശക്തിക്ക് വേണ്ടിയിട്ട് ശക്തി വെച്ചിട്ട് എന്നെക്കൊണ്ട് പറ്റാതെ ഇനി എപ്പോഴായാലും ചെയ്യാനും ഞാൻ തയ്യാറാണ് എന്ന് പറയാൻ. ഏതായാലും ഈ അധികം പറഞ്ഞിട്ട് ഞാൻ ഇതാക്കുന്നില്ല. പക്ഷേ ഇത് തുടർന്നുകൊണ്ട് പോട്ടെ. ഇത് ഇനി കൂടുതൽ വിപുലമാവട്ടെ. ഇപ്പോൾ അവർക്ക് വീട്ടിൽ പോയിട്ട് ചികിത്സ കൊടുക്കുന്നുണ്ട്. അതിലുള്ള ആംബുലൻസ് തയ്യാറായി കഴിഞ്ഞു. അതും ഇതാക്കുന്നുണ്ട്. അത് വളരെ കാര്യമാത്ര പ്രസക്തമായിട്ട് ആ പരിപാടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് സഫർ ചെയ്യുന്ന ആൾക്കാർക്ക് രക്ഷ കിട്ടുന്നുണ്ട്. ഇത് തന്നെയാണ് ഈശ്വരനോട് ഏറ്റവും പ്രാർത്ഥന. EK നായനാർ ചാരിറ്റബിൾ സൊസൈറ്റി ഒരു വർഷത്തിനുള്ളിൽ തന്നെ നാടിന് മാതൃകയായി മാറിക്കഴിഞ്ഞെന്നും കിടപ്പ് രോഗികൾക്കും പാവപ്പെട്ട കുടുംബങ്ങൾക്കും കൈത്താങ്ങായി മാറാൻ സാധിച്ചെന്നും
ഉദ്ഘാടന പ്രസംഗത്തിൽ മണ്ണൂർ രാജകുമാരനുണ്ണി പറഞ്ഞു. കിടപ്പ് രോഗികൾക്കുള്ള ധനസഹായ വിതരണവും അദ്ദേഹം നിർവഹിച്ചു. പരിപാടിയിൽ ചാരിറ്റി പ്രസിഡന്റ് ഒ.വി. സ്വാമിനാഥൻ അധ്യക്ഷനായി. ചടങ്ങിൽ വെച്ച് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള ഉപഹാരം പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത നിർവഹിച്ചു. ടി.ആർ. ശശി, അബ്ദുൽ മുത്തലി, പി.കെ. ഉണ്ണികൃഷ്ണൻ, കെ. സെയ്തലവി, എസ്.ജെ.എൻ. നജീബ് തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസം പഞ്ചായത്തിലെ 180ഓളം മുഴുവൻ കിടപ്പ് രോഗികൾക്കും ഓണക്കിറ്റും വിതരണം ചെയ്തിരുന്നു. വി.കെ. മുരളി സ്വാഗതവും നാരായണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ റൊട്ടോറിയൻ എം.ഡി. ഗീത എബ്രഹാം അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. ഗീതാമൃതം എന്ന പേരിൽ ഷൊർണൂർ മയിൽവാഹനം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിൽ റോട്ടറി ക്ലബ് പ്രസിഡന്റ് പി. കൃഷ്ണകുമാർ അധ്യക്ഷനായി. ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട് സ്വാഗതം ആശംസിച്ചു. ജയപ്രകാശ്, അഡ്വക്കേറ്റ് പി.ടി. നരേന്ദ്രമേനോൻ, അഡ്വക്കേറ്റ് പി. കൃഷ്ണദാസ് തുടങ്ങിയവർ സംസാരിച്ചു. സി.എ. എബ്രഹാം യോഗത്തിന് നന്ദി പറഞ്ഞു. ഓൾ കേരള ഉണ്ണിമുകുന്ദൻ ഫാൻസ് ഷൊർണൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടുകൂടി ചലച്ചിത്രതാരം ഉണ്ണിമുകുന്ദന്റെ ജന്മദിനം ആഘോഷിച്ചു. ഷൊർണൂർ അനുരാഗ് തിയേറ്ററിൽ നടന്ന ആഘോഷ പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് മണികണ്ഠൻ കേക്ക് മുറിച്ച് ഉണ്ണിമുകുന്ദന് പിറന്നാൾ ആശംസകൾ നേർന്നു. സിനിമ കാണാനായി തിയേറ്ററിലേക്ക് എത്തിയവർക്ക് മിഠായികളും വിതരണം ചെയ്തു. ഉണ്ണിമുകുന്ദന്റെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി പ്രദേശത്തെ 15ഓളം പേർക്ക് ഉണ്ണിമുകുന്ദൻ ഫാൻസ് ഷൊർണൂർ യൂണിറ്റ് ഉച്ചഭക്ഷണവും നൽകി. സന്ദീപ്, നിഖിൽ, അഖിൽ, ഗിരീഷ്, കാർത്തിക് തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഉണ്ണിമുകുന്ദൻ ഫാൻസ് ഷൊർണൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഉണ്ണിമുകുന്ദന്റെ പിറന്നാൾ ദിനമാണ്. അതിനോടനുബന്ധിച്ച് ഷൊർണൂർ അനുരാഗ് തിയേറ്ററിൽ കേക്ക് മുറിച്ച് മിഠായി വിതരണം നടത്തി. അതിനുശേഷം ഒരു 15 പേർക്ക് ഉച്ചഭക്ഷണം നൽകി ഞങ്ങൾ ഈ പിറന്നാൾ ആഘോഷം കേമാക്കി ആഘോഷിച്ചു. തിയേറ്റർ ജീവനക്കാരും പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ജമാഅത്തെ ഇസ്ലാമി ചെറുതുരുത്തി ഘടകത്തിന്റെ നേതൃത്വത്തിൽ ഓണ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. സൗഹൃദ സംഗമം ജമാഅത്തെ ഇസ്ലാമി ചെറുതുരുത്തി ഘടകം പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി വെട്ടിക്കാട്ടിരി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കുന്ന ജാതിയുടെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ദേശത്തിന്റെയും ഭാഷയുടെയും പേരിലുള്ള വകതിരിവുകളെ മാറ്റിക്കൊണ്ട് അനീതികൾക്കെതിരെ, അക്രമങ്ങൾക്കെതിരെ, അധർമ്മങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഘടന അതിൻ്റെ നിയോഗം ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, അധർമ്മങ്ങൾക്കെതിരെ കൈപ്പൊക്കുവാൻ ഒരു കാലത്ത് നമ്മളെല്ലാം ഉപനിഷത്തുകളും അതുപോലെ തന്നെ ഉപദേശങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം, മാനിഷാദ പാടിയ വാത്മീകി മഹർഷിയെ മാനിഷാദ അരുതു കാട്ടാള എന്ന് പറയാൻ ധൈര്യം കാണിച്ച് ക്രൗഞ്ചപക്ഷികളെ വേട്ടയാടാൻ പോയ ആ വേട്ടാളനെ നോക്കി അരുത് കാട്ടാള എന്ന് പറഞ്ഞ ആ മാമുനി മഹർഷിമാർ ഇന്നില്ല. JBR ഹാളിൽ നടന്ന പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് PM അലി അധ്യക്ഷനായി. നീലാംബരൻ ഇളയത്, വായനശാല സെക്രട്ടറി മോഹൻദാസ്, പുതുശ്ശേരി പാടശേഖര സമിതി അംഗം രാജഗോപാലൻ, ദേശമംഗലം പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് PS ലക്ഷ്മണൻ, സാജൻ മാത്യു, വിവിധ രാഷ്ട്രീയ നേതാക്കളായ മുഹമ്മദ് ഇക്ബാൽ, അബ്ദുൽ കരീം, അഡ്വക്കേറ്റ് സുമോദ്, രതീഷ്, സുലൈമാൻ, MV രാമചന്ദ്രൻ, MM മൊയ്തുണ്ണി, ഹാമിദ് റൻതീസി, KM മനോജ് ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി സക്കീർ സ്വാഗതവും മുഹമ്മദ് കുട്ടി മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട. ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്തത് 7.5 ലക്ഷം രൂപ വിലമതിക്കുന്ന കഞ്ചാവ്. കഞ്ചാവ് കണ്ടെത്തിയത് മംഗലാപുരം നേത്രാവതി എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്ന്. പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2.932 കിലോഗ്രാം കഞ്ചാവുമായി മലപ്പുറം സ്വദേശികളായ 2 പേർ പിടിയിൽ. പോലീസിന്റെ പിടിയിലായത് വഴിക്കടവ് പുത്തൻപിടിക വീട്ടിൽ 37 വയസ്സുള്ള കോയക്കുട്ടി, പുലാമന്തോൾ പരപ്പിൽ വീട്ടിൽ 32 വയസ്സുള്ള സക്കീർ എന്നിവർ. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വീണ്ടും അനൗൺസറെ ശകാരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂർ കോർപ്പറേഷൻ സംഘടിപ്പിച്ച ഭൂഭവനരഹിതർക്ക് ഭൂമി വിതരണം ചെയ്യുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ച് സംസാരിച്ച അനൗൺസറാണ് ശകാരത്തിനിരയായത്. ശകാരിച്ചത് മുഖ്യമന്ത്രി ഫലകം അനാച്ഛാദനം ചെയ്യുന്നതിനിടെ ശബ്ദമുയർത്തി മൈക്കിൽ അനൗൺസ് ചെയ്തതിന്. കേവലം തീയടയ്ക്കുന്ന സേന എന്ന വിശേഷണത്തിൽ നിന്നും ഏത് ദുരന്തഘട്ടത്തിലും സഹായമെത്തിക്കുന്ന സേനയായി അഗ്നിരക്ഷാ വകുപ്പ് മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രളയം, ഉരുൾപൊട്ടൽ സാഹചര്യങ്ങളിൽ മാത്രമല്ലാതെ പകർച്ചവ്യാധി നിയന്ത്രണ ഘട്ടത്തിലും
മാതൃകാപരമായ പ്രവർത്തനമാണ് അഗ്നിരക്ഷാസേന കാഴ്ചവെച്ചതെന്നും മുഖ്യമന്ത്രി. തൃശൂരിൽ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമിയിൽ നിന്ന് പരിശീലനം പൂർത്തീകരിച്ച റെസ്ക്യൂ ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച് KPCC ഉപസമിതി റിപ്പോർട്ട് സ്വാഗതം ചെയ്ത് BJP. സുരേഷ് ഗോപിയുടെ വിജയം KPCC റിപ്പോർട്ടിൽ പറയുന്നത് പോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെ ഇടപെടൽ കൊണ്ടാണെന്നും പൂരം കലക്കിയതുകൊണ്ടാണ് സുരേഷ് ഗോപി വിജയിച്ചതെന്ന VD സതീശന്റെ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ BJP നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.